അത് സുഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ചെറുതാ കാണാൻ ഭംഗിയാ, ചെറിയ മുഖമൊക്കെ ആയിട്ടാ. ഞാനത് കളിച്ചിട്ടിട്ടത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഞങ്ങളൊക്കെ പറഞ്ഞ വോയിസ് AI വോയിസ് ആണെന്നാണ് പറഞ്ഞതിൽ ഏറ്റവും LKG കുട്ടികൾ എനിക്ക് തോന്നുന്നു ഇതിലേറെ ബുദ്ധിയുള്ള കുട്ടികളാണെന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയുന്നത്. കറക്റ്റ് നമ്പർ ആക്കണം. ഇത്ര പെർസെന്റേജ് നമ്മൾ MRG ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഫൗണ്ടേഷനിലേക്ക് ഇട്ടിട്ട് അത് MRC ഷമീർ കഴിഞ്ഞ ദിവസം കടന്നുകൊണ്ട് ഷാർജ ഷേഖ് അടിക്കുന്ന ഒരു വീഡിയോ നമ്മളെ എല്ലാവരെയും തൊപ്പി കാണിച്ചു തന്നു. ഞാൻ ഓർക്കുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ 3 ദിവസം കഴിഞ്ഞ് ഡ്രോമയിലൊന്ന് എണീക്കെ. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഈ AI എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നത് മറ്റേ നഴ്സറി പിള്ളേരെ പോലെ നിനക്കിപ്പോൾ പറ്റിക്കാൻ പറ്റില്ല. ആ അവസ്ഥയാണ്. കാരണം പിള്ളേർക്കൊക്കെ ഇപ്പോൾ നല്ല ബുദ്ധിയാണ്. ചിലപ്പോൾ വയസ്സായി ദ്രവിച്ചിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പോയി AI എന്ന് പറഞ്ഞ് പറ്റിയില്ല. ചിലപ്പോൾ അവർ വിശ്വസിക്കും. കേട്ടാ, ഉള്ള കാര്യം പറയാം. തൊപ്പി അവൻ്റെ സൗണ്ട് പുറത്തു വന്നപ്പോൾ അയ്യോ അത് AI ആണ്, ഞാൻ അത്രക്കാരൻ ഹേ എടാ പോടാ കഞ്ഞിപ്പറക്കിപ്പല്ലേ. എന്തായാലും തൊപ്പി MRC തൊപ്പി തീർന്നു. നീയൊക്കെ എന്നാത്തിനാടാ ട്രസ്റ്റ് തുടങ്ങുന്നത്? ട്രസ്റ്റ് ഇല്ല, MRC ട്രസ്റ്റാ കോപ്പ്. നിനക്കൊക്കെ എപ്പോഴാ ട്രസ്റ്റ് തുടങ്ങി? അങ്ങനെയാണെങ്കിൽ ഇല്ലീഗൽ മണി വരുന്നുണ്ടായിരിക്കും, അത് ഒഴുക്കി വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ട്രസ്റ്റ്. നിന്റെയൊക്കെ ഉടായ്പകൾ, സകലമാന ഉടായ്പകളും കൂടി ഒരുമിച്ച് ചേർന്നിരുന്നും കൊണ്ട് ഒരു പഞ്ചായത്ത് ഉണ്ടാക്കി എങ്ങനെ ഇരിക്കുക, അതുപോലെയാണ് ഇവന്മാരുടെ ഇരിപ്പ് വശം. എന്തായാലും അനാൻഷ വിചാരിച്ചാണല്ലോ ഇവന്മാർ ഇമാതിരി ചെറ്റ വർത്താനം എന്നെ കുറിച്ച് പറയുന്നു. എന്തായാലും മൊത്തത്തിൽ കൊള്ളാം, ആടി പൊളിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. കാണുമ്പോൾ അയ്യോ എല്ലാത്തിനും പിടിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഓരോ അവാർഡ് വരാൻ തോന്നുന്നു. അത്രയ്ക്ക് സൂപ്പറാണ്. ഇവന്മാർ മുന്നേ പറഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് കാര്യമുണ്ട്, കേട്ടു നോക്കാതെ. കോമഡികളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ആരൊക്കെ സ്ട്രീം ചെയ്യുന്നുണ്ടോ എല്ലാരും സ്ട്രീം ചെയ്യുന്നതിന്റെ 50% അല്ലെങ്കിൽ അതിൽ കൂടുതൽ എനിക്കറിയില്ല, അത് നമുക്ക് കറക്റ്റ് നമ്പർ ആക്കണം. ഇത്ര പെർസെന്റേജ് നമ്മൾ MRG ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഫൗണ്ടേഷനിലേക്ക് ഇട്ടിട്ട് അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ വരുന്ന മാസങ്ങളിൽ എന്തായാലും അതിന്റെ ഉദ്ഘാടനം ഉണ്ടാവും. നമുക്ക് ഏതെങ്കിലും ഒരു നടനെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് അതൊരു ഉദ്ഘാടനമായിട്ട് നമുക്ക് ചെയ്യണം. MRC ചാരിറ്റബിൾ ട്രസ്റ്റ് നീയൊക്കെ ഇപ്പൊ ഉണ്ടാക്കും. അലക്ക എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. നാട്ടുകാരെയും പറ്റിച്ച് മൂഞ്ചിച്ച് മൊത്തത്തിൽ മൂഞ്ചി. എന്തിനടാ നീയൊക്കെ പറ്റിച്ച് കണ്ടന്റ് ഉണ്ടാക്കിയതിൻ്റെ ഒരു വിഷയമേ അല്ല. ഡ്രഗ്സ്, അത് അടുത്ത് അൺറേജിലുള്ള പെൺകുട്ടികളെ വരെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ആരോപണങ്ങളാണ് നിന്നെയൊക്കെ പറ്റിയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നീ അവന് മറ്റേ നിന്റെ കൂടെ നിന്ന് ഷമീറിനും മമ്മൂനും പൈസ കൊടുക്കാത്തതിലൊന്നും എനിക്ക് വലിയ വിഷയമൊന്നുമില്ല. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടാഞ്ഞിട്ട് അവന്മാർ പിന്നെ എന്തിന് നിന്നോട് നിന്നെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് അവന്മാരെ വിടുക. അവന്മാർ ലോക കള്ളന്മാർ, നീ അതിനേക്കാളും കാട്ടുകള്ളേ. അതുകൊണ്ട് വലിയേട്ടൻ കളിയും അണ്ണൻ തമ്പി സെറ്റപ്പൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ നിന്റെയൊക്കെ അവിടെ വന്നിട്ടുള്ള കുറേ ചെറ്റ പരിപാടികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹനാൻഷ, അവൻ്റെ കൂടാതെ പെണ്ണുങ്ങളെ പറ്റിയിട്ട് നീ ഒരുമാതിരി ചെറ്റ വർത്താനം പറഞ്ഞു. നമ്മളൊക്കെ എന്തൊക്കെ ചെറ്റ വർത്താനം പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ ചെറ്റ പരിപാടി ചെയ്ത് കഴിഞ്ഞാലും കൂട്ടുകാരന്മാരെ കുടുംബത്തിലുള്ളവരെ നമ്മൾ ആ കണ്ണിലേ കാണത്തുള്ളൂ. പെങ്ങളോ സഹോദരങ്ങളെ പോലെ ആ ഒരു സെറ്റപ്പിൽ നമ്മൾ കാണത്തുള്ളൂ. മനസ്സിലായ? അല്ലാണ്ട് അവരെ കുടുംബത്തിലുള്ളവരെ അവർ മാറുമ്പം നിന്ന് ചെറ്റ വർത്താനം പറയാൻ നിന്നെ പോലെ തന്തയ്ക്ക് പറക്കാത്ത ഗുണമല്ല നമുക്കുള്ളത്. ഓക്കെ, പിന്നെ നിന്നെ വീട്ടിൽ കയറ്റാത്തത്, നിന്നെ എങ്ങനെയാടാ വീട്ടിൽ കയറ്റും? നിന്നെ പോലെയുള്ള കഴിപ്പണം കെട്ടന്മാരെ വീട്ടിൽ കയറ്റും. ഷമീറിന്റെ കല്യാണം മുടങ്ങിയെന്നും അവനെ വീട്ടിൽ കയറ്റുന്നില്ലെന്നും ദയവ് ചെയ്തിട്ട് ഇവനെയൊന്നും വീട്ടിൽ കയറ്റില്ല. കാരണം സ്വന്തം തന്തയായിട്ട് ഒരു കുണ്ടനടിക്കാൻ ശ്രമിക്കുന്ന ചെറ്റകളായവനൊക്കെ അമ്മാതിരി പരിപാടികളാണ്. ഈ തൊപ്പിയൊന്നും അവന്റെ വീട്ടുകാരെ കയറ്റാത്തതിൽ ഒരു തെറ്റുമില്ല. ഇപ്പൊ എല്ലാം കാര്യം പിടിയിട്ട് എങ്ങനെ കയറ്റിയവനെയൊക്കെ പോലെയുള്ളവന്മാരെ ഒരു വലിയ കോടീശ്വരൻ എന്ന് വെച്ചോ, കോടികളൊക്കെ ഉണ്ടാക്കി വലിയ സാമ്പത്തികമായിട്ടൊക്കെ മുന്നോട്ട് നിൽക്കുന്ന ഒരാൾ, അവൻ ആ കാശുണ്ടാക്കിയത് കണ്ട പെമ്പിള്ളാരെ മഴപ്പിച്ച് അതുപോലെ ഡ്രഗ്സും അതും ഒക്കെ വെച്ച് മറ്റേ കടത്തി മറ്റത് മറിച്ചതൊക്കെ ചെയ്ത് ശകലവനെ തന്തയില്ലായ്മയും ചെയ്ത് കുറെ കാശുണ്ടാക്കി വെച്ചിട്ട് വലിയ സംഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വീട്ടിൽ കയറ്റുമോ? കയറ്റില്ല. അതുപോലെ തന്നെയാണ് ഇവനെയൊക്കെ ഇമാതിരി തന്തയില്ലായ്മ ചെയ്ത ഇവന്മാരെയും കുണ്ടനടികളായിട്ടൊക്കെ ഉള്ള ടീംസുകളെ അതുപോലെ അണ്ടറേജിലുള്ള പെൺകുട്ടികളെ യൂസ് ചെയ്ത് ഇവനെയൊക്കെ വീട്ടിൽ കയറ്റാൻ പാടില്ല, കയറ്റരുത്. ഓക്കെ, ഇനി ഹനാൻഷ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ട് നോക്കാം. മുമ്പൊരു ഇവൻറ്റിൽ ഇവരുണ്ടായിരുന്നു. അങ്ങനെ കോൺടാക്ട് ചെയ്യുന്നുണ്ടല്ലാണ്ട് യാതൊരു കോൺടാക്റ്റും ഇല്ലാത്ത ഞാനിപ്പോൾ ഇതിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ ആലോചിച്ചു. ഞാൻ ഇവരായിട്ട് പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഷാനോനോട് പറഞ്ഞു ചെയ്തു, ഷാനോ നമ്മൾ ഇവരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല? ഷാനോനില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളെ പേര് ഇതിൽ എന്ത് വലിച്ചിട്ടു? അപ്പോൾ ഞങ്ങൾ ഒരു ദിവസത്തോളം വെയിറ്റ് ചെയ്തു, എന്തിനാണ് ഈ പേര് വലിച്ചിട്ടത്. അങ്ങനെ ഇവർ വീഡിയോ ഒരു 2.5 മണിക്കൂറോളം ആൾക്കാരെ ഈ വീഡിയോയിൽ നിർപ്പിച്ചേക്കാണ്. അതായത്
100,000-ഓളം ആൾക്കാർ തത്സമയം അത് കണ്ടിരിക്കുന്നുണ്ട്. അതിൽ പറയാണ് അടുത്തത് ഹനാൻഷൻ്റെയാണ്, അടുത്തത് ഹനാൻഷൻ്റെയാണ്, അടുത്തത് ഹനാനെക്കുറിച്ചാണ് ഞങ്ങൾ പറയാൻ പോണത്, അടുത്തത് ഹനാൻഷനെ കുറിച്ച് പറയും. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് ഇതെന്ത് ഇപ്പം വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടായി, എന്ത് കാര്യം? കാരണം ഞാനായിട്ട് ആലോചിച്ചിട്ട് ഞാൻ 2 ദിവസം ചിന്തിച്ച് നോക്കിയിട്ടും എനിക്കൊരു കാര്യം മനസ്സിലാവണില്ല. ഞാനിപ്പോൾ ഒന്നും ഇവരായിട്ട് ചെയ്തിട്ടില്ല, ഇവരായിട്ട് ഞാനൊരു പ്രശ്നം, ഇവരായിട്ടല്ല ആരായിട്ടും ഏത് ക്രിയേറ്റേഴ്സിനായിട്ടും ഞാനൊരു പ്രശ്നത്തിനും ഇതുവരെ വന്നിട്ടില്ല. അത് ഏത് ക്രിയേറ്റേഴ്സിനും ധൈര്യമായിട്ട് പറയാം. ഞാൻ ഇപ്പോഴും പറയാണ്, ഒരു ക്രിയേറ്റേഴ്സിൻ്റെ കാര്യത്തിലും ഇടപെടാതെ സ്വന്തം കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ ഈ പുല്ലും പാടവും വണ്ടിയും കൂട്ടരും മറ്റേ നെയ്ച്ചോറും കോയും ആട് ചുടലും ആടുമന്തിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് പേറിപ്പോയാൽ ഞങ്ങളെ കൂട്ടുകാരൊന്ന് കൂടും, ഞങ്ങളൊരു ചിക്കൻ ചൂടും, ഞങ്ങളിങ്ങനെ ചില്ല് ചെയ്തിരിക്കും എന്നല്ലാണ്ട് അതിലുപരി മറ്റുള്ള ഒരാളെ എങ്ങനെ അടിച്ച് താത്താന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെ കോൺട്രവേഴ്സിയിൽ എങ്ങനെ കയറി പറ്റാന്നോ അല്ലെങ്കിൽ കോൺട്രവേഴ്സികളിലൂടെ എങ്ങനെ ഒരു റീച്ച് നേടാമെന്നോ ഒരിക്കലും ചിന്തിച്ച് പോകാത്ത ആൾക്കാരാണ് നമ്മൾ. കാരണം അങ്ങനെ അനാവശ്യ ടോപ്പിക്കുകളിലൂടെ നമുക്ക് റീച്ച് നേടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സ്വതസിദ്ധമായി നമ്മൾ ഓൺ കണ്ടൻസ് നമ്മൾ വീട്ടിലിരുന്ന് എല്ലാ ദിവസവും നമുക്ക് പറ്റണ പോലെ എന്താണോ നമുക്ക് അന്ന് കിട്ടുന്ന കണ്ടന്റ് അത് സോഷ്യൽ മീഡിയയിൽ മറ്റൊരാളെ ഉപദ്രവിക്കുക, അതായത് പുറത്തുനിന്നുള്ളൊരു പബ്ലിക്കിൽ ഇറങ്ങി പബ്ലിക്കിനൊരു ഉപദ്രവമാകാത്ത രീതിയിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് ശരിയാണ് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ആയിട്ടാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. എനിക്കും വലിയ അങ്ങനെ ഇതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ എവിടെയൊക്കെ ഏറിലൊക്കെ ഇടക്കിലൊക്കെ പോയിട്ടുണ്ട്, അല്ലാണ്ടൊന്നുമില്ല. അല്ലാണ്ട് ഈ പറയുന്ന പോലെ വേറെ ഒന്നിനും അങ്ങനെ ഇടപെടുന്നതെന്നും കണ്ടിട്ടില്ല. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ വലിഞ്ഞ് കയറി വള്ളി ഏണിയൊക്കെ വെച്ച് പിടിച്ച് കയറി വള്ളിയൊക്കെ പിടിച്ച് വലിച്ച് തറയിൽ കൂടി ഇട്ടിട്ട് ഇറന്ന് വാങ്ങാറുണ്ട്. ഇതാരെയും ഉപയോഗത്തിനുമില്ല, ഗുണത്തിനുമില്ല, ദോഷത്തിനും ഇല്ലാതെ സൈഡിൽ കൂടി മൂലയിൽ കൂടി ഒതുങ്ങി പോകുന്ന പോലത്തെ ടീംസാണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നാലും അവന്മാർ നല്ലതുപോലെ പോട്ടെ. പക്ഷെ ഇവന്മാർ ഈ തൊപ്പിയായാലും മമ്മു ആയാലും ഷമീർ ആയാലും എല്ലാം വെട്ടക്കണം. ആ ജാസി എന്ന് പറയുന്ന അവനെ കയ്യോടെ ഇങ്ങനെ കോളറോടെ പിടിച്ചിട്ട് ഒറ്റ അടിച്ച് അവർ ചേർത്തടിക്കണം. അതാണ് അവനെ ചെയ്യാനുള്ളത്. കാട്ട് കഴിവേറി അയ്യോ എനിക്ക് ജാസി തൊപ്പിയുടെ മറ്റേ സാധനം ചൂപ്പിക്കൊണ്ട് നിന്നാൽ മതി, എനിക്ക് പൈസയൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കയറി വന്നവനാണ്. ഇപ്പോൾ പൈസ കിട്ടിയില്ല എന്നൊക്കെ അവിടെ നിന്ന് പറയണം. എനിക്ക് അവനെ അങ്ങനെ കാണുമ്പോൾ ചൊറിഞ്ഞു വരും. ഏറ്റവും കൂടുതൽ എനിക്ക് ചൊറിഞ്ഞു പറഞ്ഞ അവന്മാരെ ഇതിൽ ജാസിയെ കാണുമ്പോഴാണ്. അല്ലെങ്കിൽ ആ പേര് കേൾക്കുമ്പോൾ എനിക്ക് മറ്റേ മണിനാഥത്തിനെ ഓർമ്മ വരും. 2 ജാസിയും കൂടിയാണ് എനിക്ക് ഓർത്ത് പറഞ്ഞത്. ഇനി യുവന്മാരുടെ കൊണയടി നന്മമര അത് നിങ്ങളൊന്ന് കേൾക്കണം. അയ്യോ നന്മയുള്ള ലോകമേ. പിന്നെ ഇത് കണ്ണൂര് അനാൻസി ആന്റി പരിപാടിന്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഒരു കട്ടിങ് ഫേസ്ബുക്കിൽ അതിന്റെ കട്ടിങ് ഇറങ്ങിയിട്ട് അതിന്റെ കമന്റ് സെക്ഷൻ കണ്ടിട്ട് എനിക്ക് സങ്കടമായിപ്പോടെ. ഞാൻ കുറെ കാലമായിട്ട് നമുക്ക് ഹേറ്റേഴ്സ് അങ്ങനെ ഹേറ്റ് വർത്താൻ ഞാൻ ഒരു കമന്റ്സിന് വേണ്ടി അതിനെ കുറിച്ചുള്ള ഏറ്റവും ഒരു സാധനവും ഞാൻ കാണല്ല. പക്ഷെ അതിൽ കണ്ടിട്ട് എനിക്ക് സങ്കടമായിപ്പോടെ. ഇവർ എന്തെല്ലാം പറയുന്നല്ലോ, എടാ എന്റെ പോട്ടെ, ഞാൻ 6ാം പറപ്പ് കാണിച്ച ഞാൻ ശരിയാ, ഞാൻ 6ാം പറപ്പ് കാണിച്ചതിലേക്ക് വന്നൊരുത്തനാ എന്നെ പറയാ. ഓക്കെ അനാൻസ് എന്തൊരു പാവം മനുഷ്യനാ, ഓനെ കുറിച്ച് പറയുന്ന കേൾക്കണം മോനെ. എനിക്കൊരു കാര്യം മനസ്സിലായി, അനാൻസാനെ കുറിച്ച് അത്രയും പറയുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കുറിച്ചെല്ലാം എന്തെല്ലാം പറയണം, അതാണ് ഞാൻ ആലോചിച്ചത്. നിന്നെയൊക്കെ കുറിച്ച് നാട്ടുകാർ പറയുന്നതിൽ ഒരു കുഴപ്പമില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? പിന്നെ നിന്നെയൊക്കെ ഹനാൻഷയുടെ കൂട്ടത്ത് കണ്ടു കഴിഞ്ഞാൽ അവനും കൂടി ചീത്തപ്പേരാ, മനസ്സിലായ? അതുകൊണ്ട് അത് വിട്ട് നീയൊക്കെ കാരണം അവനും കൂടി ചീത്തപ്പേരായിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ള കാര്യം പറയാം. അയ്യോ നിന്റെയൊക്കെ 6ാം പറപ്പ് നിനക്ക് തന്നെ അറിയാം, നീ അപ്പോൾ 6ാം പറപ്പിലൂടെയാണ് കയറി വന്നതെന്ന്. അത് നീ സ്വയമേ മനസ്സിലാക്കിയത് നന്നായി. എന്നിട്ട് 6ാം പറപ്പിലൂടെ വന്നിട്ട് പെട്ടെന്നൊരു നന്മമരമായി മാറുന്നു, പിന്നെ നല്ലവനായി അങ്ങ് മാറുന്നു. അത് കണ്ട് ജനങ്ങളുടെ പിന്തുണന ഇതെല്ലാം പ്രത്യേകിച്ച് ഇടയിൽ ആൾക്കാർക്ക് അറിയാം നീയൊക്കെ വേറെ ഉടായ്പകളാണെന്ന്. പക്ഷെ കൊച്ചു പിള്ളേർ മനസ്സിലാക്കുന്നില്ല. നിന്റെയൊക്കെ ഓഡിയൻസ് ഈ കുട്ടികളാണ്. ഈ പിള്ളേർ മനസ്സിലാക്കുന്നില്ല നീയൊക്കെ ഉടായ്പാണെന്ന്. അവർ നിന്നെയൊക്കെ കണ്ട് ഫോളോ അപ്പ് ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു മായാലോകത്താണ് ഇന്നത്തെ കുട്ടികളടക്കം. തൊപ്പി കുപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി. ഇപ്പൊ ഷമീർ ഇടയ്ക്ക് വീഡിയോ ബസ്സിൻ്റെ അകത്തെങ്ങാണ്ട് ഇരുന്ന് ഇട്ടപ്പോൾ അവിടെ കുറെ കൊച്ചു പിള്ളേർ വന്നിട്ട് ആർക്കെതിരെ, തൊപ്പിക്കെതിരെ ഇന്ന് പൊട്ടിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കാണുന്നുണ്ട്. ഈ ഷമീറിൻ്റെ ആയാലും അമ്മുവിൻ്റെ ആയാലും കുണ്ടനടി അടക്കമാണ് തൊപ്പിയെടുത്ത് വിട്ടിട്ടുള്ളത്. ഇതെല്ലാം ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളടക്കമാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇത്തരം വീഡിയോസ് കാണുന്ന സമയത്ത് കുട്ടികൾ അടക്കം ഇത്തരം പരിപാടികൾ ചെയ്യും. പ്രത്യേകിച്ച് യുവന്മാരെല്ലാം കുണ്ടന്മാരാണ്, അത് വേറൊരു സത്യം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. വെറും ബാഡ് ഇൻഫ്ലുവൻസ് ആണ് ഇവന്മാർ സൊസൈറ്റിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ബാഡ് ഇൻഫ്ലുവൻസ് കൊടുക്കുന്നതിനെ തുടർന്ന് തന്നെ എടുത്ത് അകത്തിടണം. പണ്ട് മോനെ ഒരിക്കൽ വന്നിട്ട് മറ്റേ ഉദ്ഘാടനത്തിന് എന്തോ തൊപ്പി വന്ന സമയത്ത് അവിടെ മൊത്തം തടസ്സമായതിനെ തുടർന്നിട്ട് ഇവനെതിരെ കേസായി. പിന്നെ ഇവന്റെ വീട്ടിൽ കയറി ഇവനെ പോലീസ് നോക്കി. ഇവൻ ലൈവിലൊക്കെ ഇരുന്ന് അവരതാ പറഞ്ഞേന്. ആ ഒരു സമയം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇത്രയും അലിഗേഷൻസ് അടക്കം തെളിവ് സഹിതം വന്നിട്ടും ഇവനെയൊന്നും തൂക്കുന്നില്ലല്ലോ നമ്മുടെ കേരള പോലീസ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പണത്തിൻ്റെയും ആ ഒരു പവറിൽ ഇവന്മാർ വാങ്ങിയോ നമ്മുടെ കേരള പോലീസിന്? എനിക്കറിയാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കണ്ടിട്ട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. ഓക്കെ, ഇനി നമ്മുടെ എൻ്റെ കേസറ്റില്ലേ, യവനെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്തിട്ട് ഊക്കാറുണ്ട് എനിക്ക് യോജിപ്പില്ലാതെ വരുന്ന സമയത്ത്. പക്ഷെ ഇവന് ഈ പറഞ്ഞ പോയിന്റിൽ കാര്യമുണ്ട്, നമുക്കതൊന്ന് കേട്ടു നോക്കാം.
കേരള പോലീസ് എന്തുകൊണ്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്തത്? തൊപ്പി, സമീർ, മമ്മു, ജാസി എന്നിവർ തമ്മിൽ നടക്കുന്ന വ്യക്തിപരമായുള്ള ഇഷ്യൂ അല്ലത്, മറിച്ച് അതീവ ഗുരുതരമായ ക്രിമിനൽ കുറ്റകൃത്യങ്ങളുടെ വെളിപ്പെടുത്തലുകളാണ്. ഉയർന്നു വന്ന പ്രധാന ആരോപണങ്ങളിൽ ഒന്നാണ് പോക്സോ. 18 വയസ്സ് തികയാത്ത പെണ്ണിനെ പിടിച്ച് ഇതാക്കിയ കാര്യമായി പറയാൻ പോകുന്നു. ഞാനൊരു ഗ്യാസ് പണ്ട് കളമശ്ശേരി താമസിച്ചു. സുഖി എന്ന് പറഞ്ഞിട്ട് അതായത് സുഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാ കാണാൻ ഭംഗിയ, ചെറിയ മുഖമൊക്കെ ആയിട്ട് ഞാനത് കളിച്ചിട്ടിട്ടത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കാറിനുള്ളിൽ വെച്ച് മയക്കുമരുന്ന് നൽകി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികപരമായി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആരോപണങ്ങൾ ഇവർ പരസ്പരം തമ്മിൽ ഉന്നയിക്കുന്നതാണ്. ലഹരിമരുന്ന് ഉപയോഗത്തെക്കുറിച്ചും അതിന്റെ കൈമാറ്റത്തെക്കുറിച്ചും വ്യക്തമായ സൂചനകൾ ഇവരുടെ സംഭാഷണങ്ങളിലുണ്ട്. ഒരു പെൺകുട്ടിയെയും കുടുംബത്തെയും ലക്ഷ്യമിട്ട് അങ്ങേയറ്റം മോശമായ രീതിയിൽ ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തുകയും ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് മുന്നിൽ അശ്ലീല ദൃശ്യങ്ങളും ഉള്ളടക്കങ്ങളും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. 3000-ലധികം വരുന്ന തെളിവുകൾ സമീറിനെതിരെ ഉണ്ടെന്ന് പറയുന്ന തൊപ്പിയുടെ കയ്യിൽ വോയിസ് നോട്ട്സ് ആണ് തെളിവുണ്ടെന്ന് പറയുന്നത്. എന്നാൽ സമീർ പുറത്തുവിട്ട വോയിസ് നോട്ട്സ് AI ആണെന്ന് പറയുന്നു. ഇതൊന്നും AI ജനറേറ്റഡ് അല്ല എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഞാൻ പുറത്തുവിട്ടിട്ടുള്ളത്. ഞാൻ സപ്ലൈ ഇറങ്ങിയിട്ടുണ്ട്, സപ്ലൈ എത്തിയിട്ടുണ്ട്. ആ ക്യാപ്പ് എടുത്ത് ശരത്തിന് ഒരുപാട് തെളിവുകൾ കൈവശമുണ്ടെന്ന് ഇവർ തന്നെ അവകാശപ്പെടുമ്പോൾ ഈ ഡിജിറ്റൽ തെളിവുകൾ പിടിച്ചെടുത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് തയ്യാറാകണം. എന്തുകൊണ്ട് പോലീസ് സ്വമേധ കേസെടുക്കുന്നില്ല? ഇത്തരം ഗുരുതരമായ പോക്സോ, മയക്കുമരുന്ന് കേസുകളെ കുറിച്ച് വിവരം ലഭിച്ചാൽ പോലും അത് അധികാരികളെ അറിയിക്കാതിരിക്കുന്നത് നിയമപ്രകാരം കുറ്റകരമാണ്. ഇവിടെ പരസ്യമായി ഇത്തരം വെളിപ്പെടുത്തലുകൾ നടന്നിട്ടും കേരള പോലീസ് എന്തുകൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്ത് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ മടിക്കുന്നത്? ഈ ഇൻഫ്ലുവൻസർമാരുടെ പ്രധാന പ്രേക്ഷകർ സ്കൂൾ വിദ്യാർത്ഥികൾ അടങ്ങുന്ന കുട്ടികളാണ്. ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ഈ തൊപ്പി ഗ്യാങ് അഥവാ MRZ ഗ്യാങ് എന്ന് പറയുന്ന ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികൾക്കെതിരെ അടിയന്തരമായി നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള പോലീസിനോട് ആവശ്യപ്പെടുകയാണ്. അതായത് അവിടെ MRS ഗ്യാങ്ങിൽ നിന്ന ഒരാൾ തന്നെയാണ് എന്നോട് ഇത് പറഞ്ഞത്. അതായത് രാത്രി ടൈമില് മമ്മു ഈ തൊപ്പിക്ക് ബ്ലൂ ചെയ്ത് കൊടുക്കുന്നത് കണ്ടു എന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇവ എല്ലാവരുടെയും ഓടക്കൊഴി എടുത്ത് വായിലിട്ട് നടക്കേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. പ്രകൃതി വിരുദ്ധ പരിപാടിയും എല്ലാ തന്തയില്ലായ്മ അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. എന്തൊക്കെ തന്തയില്ലായ്മ ചെയ്യാൻ പറ്റും അതെല്ലാം ഉമ്മയുടെ ഗ്യാങ്ങിൻ്റെ അകത്ത് അവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. അതുപോലെ മമ്മു ഈ വിഷയം തുടങ്ങിയ സമയത്ത് അവൻ്റെ ദാരിദ്ര്യം പിടിച്ച വീടൊക്കെ അവൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എടാ, ദാരിദ്ര്യം നിറഞ്ഞ വീട് എന്താണെന്ന് നിനക്കറിയാവോ? നീ കണ്ടിട്ടുണ്ടോ? ടോണി അച്ചായൻ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട് കോട്ടയത്തുള്ള. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓരോ ആൾക്കാരെ സഹായിക്കുന്നുണ്ട്, ഓരോ ചാരിറ്റി പരിപാടി ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ചാരിറ്റി പരിപാടി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പോയിട്ട് ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്ന സമയത്ത് വീട് വയ്ക്കാനൊക്കെ കാശ് കൊടുക്കുമ്പോൾ ഓരോരുത്തർ അവിടെ ഇവിടെ വലിച്ച് ടാർപ്പയും കെട്ടി 2 ഊന്നി വെച്ച് പാമ്പും പഴുതാരയും ഒരു സുരക്ഷിതത്വമില്ലാത്ത വീടുകളിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, വീടല്ല വെറും എന്തൊക്കെ വലിച്ചു കെട്ടി വെച്ചിട്ടുള്ള പരിപാടി. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് വീട് വയ്ക്കാൻ അങ്ങേര് പൈസ കൊടുക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് റിയാക്റ്റും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ആണോടാ നാറി പാവപ്പെട്ട വീട്. അല്ല നിനക്കൊക്കെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് കുത്തിക്കഴപ്പുകൾ കാണിക്കണം. നിൻ്റെ ആ വീടിന് എന്നാ കുഴപ്പം? എനിക്കത് പറയണമെന്നുണ്ടാ. ഞാൻ കുറച്ച് ദിവസമായി നിൻ്റെ ഒരു കണ്ടന്റ് ചെയ്യുന്ന ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ എനിക്കത് പറയണോ, അത് മനസ്സിൽ കിടക്കുമായിരുന്നു ആ സാധനം. ഇനി ഹനാൻ ഷാ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേൾക്കാം. അപ്പോൾ ഇവരാണിത് ചെയ്യണത്. അങ്ങനെ ഇവർ വീഡിയോൻ്റെ ഇടയിൽ എന്തുണ്ടായി, നമ്മളെ തന്നെ സുഹൃത്തിൻ്റെ ഈ വീഡിയോയിൽ ഹനാൻഷൻ്റെ പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് നമ്മളെ തന്നെ സുഹൃത്തിൻ്റെ ഭാര്യയെ വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ, അത് കേട്ടാൽ ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് നിങ്ങളത് എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഒരു പെൺകുട്ടിയാണ് അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉമ്മ, അല്ലെങ്കിൽ ആരായാലും ഇങ്ങനെ, ഇനിയിപ്പോൾ ഒരു ആൺകുട്ടി ആക്കോട്ടെ, ആര് കേട്ടാലും അല്ലെങ്കിൽ ഒരു ഉപ്പയാണ് ഇത് കേൾക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം മോശമായ രീതിയിലാണ് ഇവരിത് ചിത്രീകരിച്ചതെന്നുള്ളത് ഞങ്ങളിത് കണ്ടിട്ട് സ്റ്റക്കായി നിന്നു. അതായത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളിത് കണ്ടിട്ട് ഇങ്ങനെ നിന്നത്. കാരണം ഒന്നിലും ഏതിലും, അതായത് ഇവരെ പ്രശ്നങ്ങളിലോ, അതായത് യാതൊരു പ്രശ്നങ്ങളിലും തല കാണിക്കാതെ വളരെ മാനമര്യാദയോടെ ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രധാരണം അടക്കം കീപ്പ് ചെയ്തിട്ട് ഞങ്ങളെ കൂടെ ഉള്ള ഒരാളെ, അതായത് ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാക്കാതെ വീഡിയോ ചെയ്യണം. നോമ്പ് സമയത്താണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് റമദാൻ്റെ ടൈമിൽ ഒരു ഇഫ്താർ സമയത്ത് ഇപ്പോൾ എല്ലാവരും, എനിക്കറിയാം എല്ലാ കുട്ടികളും ഇഫ്താർ സമയത്ത് വീഡിയോസ്, ഇഫ്താറിൽ നോമ്പ് തുറക്കാൻ പോകുന്നതും നോമ്പിന് പാടത്ത് നോമ്പ് തുറക്കുന്നതും ഒക്കെ ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മളെ വീട്ടിൽ നോമ്പ് തുറവിക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കുകയാണ്.
അപ്പം ഇത് ചെയ്തിരിക്കുന്ന ഒരാളെ വളരെ മോശമായ രീതിയിലാണ് ഈ പറഞ്ഞ വ്യക്തികൾ ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവരിത് എന്ത് ചെയ്യാണ്, ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് ഈ പാവം ഇൻ്റെ പേരിനെ വെച്ച് ഒരുപാട് നേരം ഓഡിയൻസിനെ കീപ്പ് ചെയ്തതിന് ശേഷം ഇന്നെ പറയാതെ എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ, അതായത് എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യനെ, അതിലുള്ള സ്ത്രീകളെ, എൻ്റെ ഉമ്മ, അതായത് കൃത്യമായ വോയിസ് നോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ വോയിസ് നോട്ടും ഞങ്ങളെ കയ്യിലുണ്ട്. എല്ലാ വോയിസ് നോട്ടും എന്ന് പറഞ്ഞാൽ ഏത് ഫോണിലാണോ റെക്കോർഡ് ചെയ്തത്, ഇവർ ഏത് സാഹചര്യത്തിലാണോ റെക്കോർഡ് ചെയ്തത്, ഈ വോയിസ് നോട്ട് അടക്കം നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര സത്യത്തോടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ സംസാരിക്കണം. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റക്കായിപ്പോയി. ഒരു 15 മിനിറ്റ് 20-25 മിനിറ്റ് നേരത്തേക്ക് എങ്ങനെ ഈ കുട്ടീൻ്റെ മാനസിക നിലയെ ഇത് ബാധിക്കും, എങ്ങനെ ഈ കുട്ടി എത്രത്തോളം എമോഷണലാവും, അതായത് ഞങ്ങൾ ഈ ഒരു സംഭവത്തിൻ്റെ ശേഷം എങ്ങനെ ബാക്ക് ടു ട്രാക്കിലാവും. കാരണം ഇതൊരാവശ്യമില്ലാത്തൊരു കുട്ടീനെ ഒരു ലൈവിൽ വന്നിട്ട് 1.5 ലക്ഷം ആൾക്കാർ തത്സമയം കാണുക, പിറ്റേ ദിവസം രാവിലെ 9 മണിയായപ്പോൾ 8-8.5 ലക്ഷം ആൾക്കാർ ഈ 4.5 മണിക്കൂറിൻ്റെ വീഡിയോ കണ്ടിരിക്കുകയാണ്. ഈ 2:30 മണി മുതൽ ഇന്ന് ഈ വൈകുന്നേരം 5 മണി വരെ നമ്മൾ സൈലൻ്റ് ആയിരുന്നു. അപ്പം പുറത്തുനിന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ ഈ 2:30 മണി മുതൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണോ. അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ഇതേപോലെ നോക്കി കണ്ടിരുന്നു. നിങ്ങൾ കുടുംബത്തിലെ ആൾക്കാരെ തൊട്ടിട്ട് നിങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഒരു ദൗത്യത്തിൻ്റെ പുറകിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അതിനെക്കുറിച്ച് ശബ്ദിക്കാണ്ട് ആ ദൗത്യം എന്താണെന്നുള്ളത് അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തൊരു ടേം. അപ്പം അപ്പം തന്നെ കേസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് മുന്നോട്ട് പോയി അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും വളരെ നല്ല തീരുമാനം, നല്ല മികച്ച തീരുമാനം. ഓക്കെ, അത് തന്നെയാണ് അതിൻ്റെ ശരി. ഇനി ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു വീഡിയോ കാണാം, എന്നിട്ട് ഹനാൻ ഷായിലോട്ട് വരാം. അതായത് ഒരു പെൺകുട്ടി, ഈ ഷമീർ മമ്മു തൊപ്പിയുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഹനാൻ ഷായിലോട്ട് വരാം. മാർസി ഷമീർ കഴിഞ്ഞ ദിവസം കടന്നുകൊണ്ട് ഷാർജ ഷേക്ക് അടിക്കുന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരെയും തൊപ്പി കാണിച്ചു തന്നു. ഓന്റെ ഷാർജ ഷേക്ക് അടി കണ്ടിട്ട് തൊപ്പി നമ്മളോടൊരു കാര്യം പറഞ്ഞു, കണ്ടാ എവിഡൻസ് കണ്ടാ. അല്ല, ഓൻ ഷാർജ ഷേക്ക് അടിക്കുന്ന വീഡിയോ ഞങ്ങളെ കാണിച്ചിട്ട് അത് എന്തിന്റെ എവിഡൻസ് ആണെന്നാണ് നീ വിചാരിക്കണത്? അവൻ അവന്റെ സ്വന്തം ബനാന എടുത്തിട്ടല്ലേ ഷാർജ അടിച്ചത്. അവൻ നിന്റെ ബനാനയിൽ കയറി പിടിച്ചിട്ടൊന്നുമല്ലല്ലോ ഷാർജ അടിക്കണത്. അവൻ ഷാർജ ചിലപ്പോൾ അടിച്ചെന്നിരിക്കും, അടിച്ചിട്ട് കൂടെ കിടക്കുന്ന മമ്മൂന് കൊടുത്തെന്നിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി താല്പര്യങ്ങളല്ലേ. അവരവരുടെ ലൈംഗികത്വം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തി താല്പര്യങ്ങളല്ലേ. ലത്തം അടിക്കൽ ആൻഡ് കുടിക്കൽ. ഇടയ്ക്കൊന്ന് പരിചയപ്പെടുത്തിയിട്ട് പോകണമെന്ന് തോന്നി. കണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കാണുന്നവരെന്തെങ്കിലും പറഞ്ഞോ. നമുക്കിനി ഹനാൻ ഷായിലോട്ട് പോകാം. എനിക്ക് ആ കുട്ടിയുടെ അടുത്ത് ഇനി ഒന്നും പറയാനില്ല. ലത്തം അടിക്കൽ ആൻഡ് കുടിക്കൽ. ഓക്കെ, ആയിക്കോട്ടെ. എന്തായാലും മോള് പറഞ്ഞതുപോലെ ലത്തം അടിക്കൽ ആൻഡ് കുടിക്കൽ. പ്രകൃതി വിരുദ്ധ തെണ്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന അറിയും. ഇപ്പോൾ ഇവർ AI വോയിസ് ആണ്, അതായത് ഞങ്ങളൊക്കെ പറഞ്ഞ വോയിസ് AI വോയിസ് ആണെന്നാണ് പറഞ്ഞതിൽ ഏറ്റവും LKG കുട്ടികൾ എനിക്ക് തോന്നുന്നത് ഇതിലേറെ ബുദ്ധിയുള്ള കുട്ടികളാണെന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയുള്ളത്. കാരണം ഈ വോയിസിൽ ഞങ്ങളെ വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട്. ഈ വീട്ടിലെ വ്യക്തികൾ ഓരോരുത്തരുടെ വോയിസും വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഇത്ര സീറ്റ് വ്യത്യാസത്തിൽ നമുക്കിത് കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സംഭവത്തെക്കുറിച്ച് 10-12 മിനിറ്റ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണത്? വേണ്ടാത്ത ആവശ്യമില്ലാത്ത അശ്ലീല തെറികളടക്കം, അതായത് എക്ക് പോലും അറിയാത്ത തെറികളടക്കം ഉൾപ്പെടുത്തിയിട്ട് കണ്ണൂർ സ്ലാങ്ങിൽ AI എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്കിതുവരെ ഞങ്ങൾ ഒരുപാട് ഇപ്പോൾ AI ഓഡിയോ എഞ്ചിനീയേഴ്സുമാരായിട്ട് ഞങ്ങൾ 2-3 ദിവസമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. എല്ലാവരുടെ അടുത്തും ഞങ്ങൾ ഈ ഓഡിയോ അയച്ചിട്ട് ഇത് പ്രൂവനാണ്, അതായത് ഈ ഒരു സംഭവം AI വെച്ചുണ്ടാക്കിയ വോയിസുകളല്ല എന്നുള്ളത് പ്രൂവനാണ്. ഇവരിതിൻ്റെ പിന്നിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഓഡിയോ എഞ്ചിനീയർമാരാണ് ഇതിൻ്റെ പുറകിലിരിക്കുന്നത്. അതായത് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, നിങ്ങളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തിക്കണോ, അല്ലെങ്കിൽ നിങ്ങളതിൽ കുത്തി കയറ്റിക്കണോ, അല്ലെങ്കിൽ നിങ്ങളത് മാറ്റം വരുത്തി ഉണ്ടാക്കണോ എന്നൊക്കെ അറിയാനുള്ള ടെക്നിക്കുകളും സോഫ്റ്റ്വെയറും സാങ്കേതിക വിദ്യയുള്ള 2026 സൈബർ ലോകത്താണ് നമ്മൾ ജീവിച്ചു പോണത്. അപ്പോൾ ഇവർ പറയണ ഈ AI വോയിസിൽ യാതൊരു, അതായത് ഒരു തരത്തിലും 100%-ൽ 1% പോലും ന്യായമില്ലാത്ത കാര്യമാണ്. ഒരിക്കലും ഇന്നത്തെ കാലത്തെ AIക്ക് ഇനി ചിലപ്പം 2055-ലോ 60-ലോ ചിലപ്പോൾ പറ്റിയേക്കാം. പക്ഷേ ഇന്നത്തെ കാലത്തെ AIക്ക് ഒരിക്കലും ആ ഇന്ന വ്യക്തികളുടെ കൃത്യമായ ശബ്ദം, അതായത് ഞങ്ങളെ ശബ്ദം അടക്കമുണ്ട്, ഞങ്ങളെ ശബ്ദം AIക്ക് കൊടുക്കണമെങ്കിൽ ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഇല്ല. അതായത് ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞാൽ, നമ്മൾ ഒരു പാട്ട് ഫുള്ളി AI ജനറേറ്റർ ഒരു പാട്ട് നമ്മൾ ഇറക്കാം. ഇപ്പോൾ ഒരുപാട് നേതാക്കന്മാരുടെ സൗണ്ടിൽ, ക്രിസ്ത്യാനോൻ്റെ സൗണ്ടിൽ, മെസ്സിൻ്റെ സൗണ്ടിലൊക്കെ പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഇതിൽ സംഗതികൾ വരുന്ന ഭാഗം, അതായത് പാട്ടിൽ നീട്ടി പോകേണ്ട ഭാഗങ്ങളിലൊക്കെ ഡെസിബൽ കാര്യങ്ങൾ, അതായത് ഈ രീതികളൊക്കെ മാറും AIയിലിട്ട് കഴിഞ്ഞാൽ. പക്ഷേ നമ്മളതൊന്നും വരാതെ നമ്മളെ വോയിസ് ജനറേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഭംഗിയുള്ള പാട്ട്, അതായത് മാറ്റങ്ങളും മാറ്റൊലികളൊക്കെ ഉള്ളൊരു പാട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി ഞങ്ങൾ ഒരു കൊല്ലമായിട്ട് ഒരു AIൻ്റെ പുറകിലുണ്ട്. അതായത് ഇതുവരെ നമുക്ക് പറ്റുന്നില്ല. അതായത് ഒരു കൊല്ലമായിട്ട് ഞങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ഈ ഒരു
AI വോയിസ് ഉണ്ടാക്കാൻ ഞങ്ങളെ സ്വന്തം വോയിസ്, ഞാൻ വലിയ ഏറ്റവും പെയ്ഡായിട്ടുള്ള AI സോഫ്റ്റ്വെയർ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിട്ട് പോലും ഈ ഒരു പാട്ട് ഞങ്ങളുടെ ശബ്ദത്തിൽ ഉണ്ടാക്കാൻ പറ്റാത്തൊരു കാലത്ത് കണ്ണൂർ സ്ലാങ്ങിൽ 10-15 ആൾ ഒരു റൂമിലിരിക്കണം, ഞങ്ങളെ വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവണം, അതിനെ വിമർശിക്കണ തരത്തിൽ, അല്ലെങ്കിൽ അതിനെ വളരെ 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 കുടുംബത്തിൽ കയറ്റാത്ത വണ്ണം മോശമായ രീതിയിൽ കയറ്റാൻ പറ്റാത്ത വണ്ണം എല്ലാ സ്ത്രീകളെയും, മൊത്തം സ്ത്രീകളെയും ഉമ്മമാരെയും യുവതികളെ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു വോയിസ് ഇപ്പോഴത്തെ കാലത്ത് AI ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്ക് ആർക്കും തോന്നുന്നില്ല. അതുപോലെ എനിക്ക് പറയാനുള്ള ഹനാൻഷ, സത്യം പറഞ്ഞ ഇവനൊക്കെ വീട് കയറി ഇടിക്കേണ്ട പരിപാടിയാണ് അവന്മാർ ചെയ്തിട്ടുള്ളത്. സത്യം കുടുംബത്തിൽ കയറ്റാൻ കൊള്ളത്തില്ല. കുടുംബത്തിൽ പെണ്ണുങ്ങളുണ്ടെങ്കിലും ശരി, ആണുങ്ങളുണ്ടെങ്കിലും ശരി, രണ്ടുണ്ടെങ്കിലും ഇവന്മാരെ കയറ്റാൻ കൊള്ളത്തില്ല. രണ്ടിലും ഉണ്ട് ഇവന്മാർ. അതുകൊണ്ട് കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത വെറും ചെറ്റകളാണ് ഇവന്മാരെന്ന് ഇവന്മാർ വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്ത്. ഓക്കെ, അത് വെറും മാച്ചമാണ്. അത്രയ്ക്ക് അതപ്പതിച്ചവന്മാരാണ്. മനുഷ്യന്മാരുള്ള വീട്ടിൽ കയറ്റാൻ പറ്റില്ല. മനസ്സിലായി? ഇനി മൃഗഭോഗികളാണെന്നും എനിക്കറിയത്തില്ല. മൃഗങ്ങളെ ഇവന്മാർ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവന്മാരുടെ വീട്ടിൽ വല്ല പട്ടിയും പൂച്ചയും ഉണ്ടായിരുന്നു, അറിയാൻ പാടില്ല കേട്ടോ. സത്യം എല്ലാം എനിക്കിപ്പോൾ ഡൗട്ട്ഫുള്ളായിട്ടുണ്ട്. മൊത്തത്തിൽ ഇവന്മാരൊരു ഇതാണ്, എന്ത് കിട്ടിയാലും കഴപ്പ് തീർക്കുന്ന ടീംസാണ്. അയ്യോ, പരിസര ബോധം പോലും ഇല്ല. ഷമീറൊക്കെ കണ്ടില്ലേ, ഡമ്മിയെ വരെ. പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറൊരു പുന്നാര മോളുണ്ട്, ഫസ്ബിന സക്കീർ. അവളറിയാമല്ലോ, ഇവളെ എൻ്റെ ഇടയിൽ വന്ന് കിടന്ന് പല തന്തയിലായ്മയും കാണിക്കുന്നുണ്ട്. ഒരു ഓട്ടോക്കാരൻ്റെ ജീവിതം തുലയ്ക്കാൻ വേണ്ടിയിട്ട് അവളെ അച്ഛൻ്റെ അച്ചാറ് പരിപാടി അവളെ കാണിച്ചിട്ടുണ്ട്. കടയാടി മോള്. അവൾക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനത് കണ്ട് പിന്നെ വിട്ട് പോട്ട് പുല്ലെന്ന് തോന്നുന്നു. സെപ്പറേറ്റ് അവൾക്ക് വേണ്ടിയിട്ട് 10 തെറി വിളിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. ഹനാൻ ഷാ ബാക്കി പറ. അമ്മക്ക് ഞാനൊരു ബർക്കത്തായിട്ട് കൂട്ടിയൊരു കാര്യമുണ്ട്. അതിപ്പോൾ ഞാൻ നമ്മളെ ചെക്കന്മാരോടൊക്കെ പറയേണ്ടത്. അപ്പോൾ ഈ വ്യക്തികൾ നമ്മളെ ഇവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അപ്പോൾ അന്ന് ഇവർ വളരെ നല്ല രീതിയിൽ ഇതിൽ പോണ വ്യക്തികളാണ്, ഈ ഫീൽഡിൽ നല്ല രീതിയിൽ പോണ. അന്ന് പുറത്തേക്ക് കേട്ടോ, ഉള്ളിൽ ഇപ്പോൾ ഇവർ ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോസും കാര്യങ്ങളും വന്ന സമയത്താണ് നമുക്കറിയണത്. അപ്പം നമ്മൾ ക്ഷണിച്ച ക്ഷണം എന്തൊക്കെയോ തട്ടി പോയി. ഞാൻ കൊച്ചിയിൽ പോയ പല സമയത്തും എനിക്ക് പല തിരക്കുകളുണ്ടായിട്ട് ഞാൻ പോകണം വിചാരിച്ചതായിരുന്നു. പല തിരക്കുകളുണ്ടായിട്ട് ഇന്നെ അവിടെ പടച്ചോൻ എത്തിച്ചില്ല. പിന്നെ ഈ വ്യക്തികളായിട്ട് ഒരു ക്രിക്കറ്റ് മാച്ച്, നമുക്ക് എന്തെങ്കിലും ഒരു ക്രിക്കറ്റ് മാച്ച് ഇടാം, നമ്മളെപ്പോഴും ക്രിക്കറ്റ് കളിക്കണം, ഇവരെ കൂടെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ആ മാച്ചും പടച്ചോൻ നടത്തിച്ചില്ല. പിന്നെ നോമ്പിൻ്റെ സമയത്ത് നമുക്ക് ഒരുമിച്ച് എവിടുന്നേലും നോമ്പ് തുറക്കാന്നുള്ളത് ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഇതും ഞങ്ങളിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, നോമ്പ് തുറക്കാം. പക്ഷെ എന്തൊക്കെയോ തിരക്കിൽ പെട്ട് നമ്മൾ നോമ്പ് തുറവിയിലും ഇവരെ കൂടെ പങ്കെടുത്തില്ല. അതുപോലെ തന്നെ ഒരു ഉമ്മമ്മ ഇവരുടെ ലൈവിലും കാര്യങ്ങളൊക്കെ വന്നു. ആ സമയത്ത് നമ്മൾ ഒരുപാട് കോൺടാക്ട് ചെയ്തു. ആ സമയത്ത് ഞാൻ പനിച്ച് കടന്നുറങ്ങിയാണ്. അപ്പം ഏതൊക്കെ തരത്തിൽ ഇവരെന്നെ കോൺടാക്ട് ചെയ്തു, അതിനൊക്കെ പടച്ചോൻ ഇന്നെ മാക്സിമം, എനിക്ക് അതിൽ പടച്ചോനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം അതിൻ്റെ മേൽക്കാരുമില്ലല്ലോ. അപ്പോൾ പടച്ചോൻ ഇന്നെ എല്ലാത്തിനും തട്ടി മാറ്റി. അപ്പം ഞാനിങ്ങനെ ഇപ്പോൾ ഇരിക്കുമ്പോൾ ബാക്കൊക്കെ ചിന്തിച്ച് നോക്കി, ഒരു സംഭവത്തിലും പടച്ചോൻ എനിക്ക് ഡേറ്റ് തന്നില്ല. അതായത് നേരിട്ട് കാണാനുള്ള ആ ഡേറ്റ് ആകെ നമ്മൾ മീറ്റ് ചെയ്തത് 2 പ്രോഗ്രാംസിനാണ്. കാരണം പ്രോഗ്രാംസ് ഞാനല്ല ചാർട്ട് ചെയ്യുക, ഒരു ഇവൻറ്റ് കമ്മിറ്റി ചാർട്ട് ചെയ്യുമ്പോൾ വേറൊരു ആർട്ടിസ്റ്റ് അവിടെ വരികയാണെന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ ഒബ്ജക്ഷൻസ് പറയാൻ പറ്റില്ല. ഇന്ന ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ കൂടെ ഞാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ പരിപാടി എന്താണോ അത് എടുത്ത് പോകുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവരെ കൂടെ നമ്മൾ പങ്കെടുത്ത സ്റ്റേജിലും നമ്മളെ മുമ്പോ ശേഷമൊക്കെ ആയിട്ട് ഇവർ പെർഫോം ചെയ്ത് പോയിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ ആപത്തായിരുന്നു നിനക്കൊക്കെ. പിന്നെ ഒരു കാര്യം, ഈ പറഞ്ഞ പോലെ ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങൾ ഒരുമിക്കാനുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തട്ടി മാറിയെന്ന് നീ പറയുമ്പോൾ ഈ പറഞ്ഞ പടച്ചോൻ തന്നെയാണ് നിന്നെ കാത്തതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇമാതിരി ചെറ്റകളോടെ ഒരു പരിപാടി ചെയ്യേണ്ട ഗതികേട് നിനക്ക് വന്നില്ല. അത് തന്നെ മീൻസ് ഒരു ഒന്നിച്ച് കൂടേണ്ട ഒരു ഗതികേട് നിനക്ക് വന്നില്ല. അതിൽ നീ സേഫാ ആൻഡ് സെക്യൂർ. ഓക്കെ, എനിക്ക് ഈ വിഷയത്തിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ ചെറ്റകളെല്ലാം പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്ത് ഇടിച്ച് പഞ്ചറാക്കി ചോദ്യം ചെയ്യുക, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ദൃഢം മൂവി ഞാൻ കണ്ട് കുറച്ച് കാലത്ത്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊള്ളായിരുന്നു, നല്ല പടം. അവിടെ സത്യം ഞാൻ ആ ട്വിസ്റ്റ് പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉറപ്പെടുത്താക്കൊണ്ട് പുതിയ വീഡിയോ ഇടണം.